ഇതിന് ട്രൈ ആക്കാൻ പുതിയൊരു പുഡിങ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ് ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. ചൈന ഗ്രാസോ ജലാറ്റിനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്കൊരു സോസ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് നേരിയ സേമിയ എടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് അത്ര നേരിയതല്ല കേട്ടോ, ഏറ്റവും നേരിയത് എത്ര കിട്ടുന്നോ അതെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ കുനാഫ ഡോ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം 1 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ചെറിയ തീയിട്ടിട്ട് കാരമലാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്കത് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാലിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിലൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ അങ്ങ് തിക്കാക്കി എടുക്കുക. വലിയ ബബിൾസ് ആയിട്ട് വരുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ. ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഏതിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് ആദ്യം കുറച്ച് മിക്സ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അരിവശം കളഞ്ഞ ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കുക. വീണ്ടും ആ ഒരു മിൽക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ വെച്ച് കൊടുക്കാം. പിന്നെ 50-50 ബിസ്ക്കറ്റാട്ടോ ഞാൻ നിരത്തി വെച്ച് കൊടുക്കുന്നത്. അതെല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുത്ത ശേഷം വീണ്ടും ബാക്കിയുള്ള മിക്സ് എല്ലാം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയയും കൂടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചെടുക്കുക. എന്നിട്ട് ഇതാ നന്നായിട്ട് 4 മണിക്കൂറിന് ശേഷം തണുപ്പിച്ചെടുത്തിട്ട് കഴിച്ചാൽ അടിപൊളിയാണ്. ക്രഞ്ചിയും ക്രീമി ആയിട്ടുള്ള അടിപൊളി പുഡിങ്.